നമ്മളാണെങ്കിൽ ഡിഫറെന്റ് പോലീസ് സ്റ്റേഷനിൽ അല്ല പോലീസ് സ്റ്റേഷനിൽ എന്ന് ക്യാമ്പൊന്നുമല്ല ഇന്നെങ്കിലേ നമ്മുടെ കുടുംബം വിളിച്ചെന്താന്ന് പറഞ്ഞാൽ അറിയത്തില്ല. എനിക്കതൊന്നും ചെല്ലാൻ പറഞ്ഞു ചെന്നിട്ട് എന്താ കാര്യം പറഞ്ഞു. ഞാൻ പറയില്ല അപ്പൊ ചെന്നിട്ട് പറയാം. അപ്പൊ ഞാൻ പുതിയ അപ്പൊ ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് അല്ലെങ്കിൽ ആൾക്കാർ പറയും ഞാൻ പുതിയ ലിങ്ക് എടുക്കും. അപ്പൊ ലിങ്ക് പുതിയതാവാൻ എനിക്ക് എന്താണോ ഒട്ടും മുട്ടിക്കില്ല. നാളെ എനിക്കൊരു വണ്ടി ഓടിച്ചു തരുന്നുണ്ട്. എടുത്തിട്ടേ കാര്യമുള്ളൂ. ഞാനും അമ്മയും നീച്ച് എനിക്ക് പോയി. ഞാനാണെങ്കിൽ എടുക്കാനല്ലേ പറഞ്ഞു എടുക്കാടാ എടുക്കാം. ആരാ ഏതാക്കിയ നോക്ക്. നീ തളപ്പിച്ച് നോക്കിയാ എന്തെങ്കിലും നെഗറ്റീവ് ഫോണുണ്ട്. അയ്യോ അവിടെ കൊള്ളാം. ഈ ഐഫോൺ എടുത്തുമ്പോ ഐഫോണിക്ക് ഭയങ്കര മാജിക്കൽ എടുത്ത് ഇതൊക്കെ നീ എവിടെ ഒപ്പിച്ചടാ. അങ്ങനെ ഞാനും ഉള്ളൊക്കെ ഫോൺ വരാം. ഈ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നല്ല മൂന്നും പാകി കീ കൊടുത്തറിയാ പറഞ്ഞ മറ്റേ
അത് 406 എന്തായാലും തീവണ്ടി തന്നെയാ പോണ എണീറ്റ് അവർക്ക് വരും. എന്റെ വണ്ടിയെ എന്തെങ്കിലും വണ്ടി സ്റ്റക്ക് ചെയ്തത്. വണ്ടി കാണാൻ കൊള്ളാത്ത ഓടിക്കുന്നു. ഞാൻ നിന്റെ വണ്ടി ഓടിച്ചു നോക്കാം. ഞാൻ നിന്റെ വണ്ടി ഓടിച്ചു നോക്കാം. നിന്റെ ഒരു 100 കഴിഞ്ഞിട്ടോ വരുന്നത്. 100 റൈറ്റ് ആയി വരുന്ന എത്രയാന്ന് വെച്ചാൽ 12500 റൂട്ടുണ്ടോ വണ്ടി വണ്ടി എടുക്കല്ലോ. ഈ കടന്ന പുതിയ മോഡൽ ഇറങ്ങിയാലും എടുക്കുന്നു. ഈനിന്റെയാണോ എടുക്കാൻ തോന്നുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കേരളത്തിൽ നമ്മൾ കേരളം അതൊക്കെ ജപ്പാനിൽ നിർത്തിയത്. പണിന്ന് കിട്ടിയ സാധനമാണ്. സ്പീഡെന്ന് പറഞ്ഞ സ്പീഡ് പറയാൻ പറ്റും. അത്രയും സ്പീഡ് ജപ്പാനിലെ ആൾക്കാരെ ചോദിച്ചു. ഇന്ത്യക്ക് നല്ല ടെക്നോളജി വണ്ടിയാണ്. നമ്മുടെ പഴയ പുതിയ മുറി ഇറങ്ങിയിട്ടുള്ള കാര്യം പോലും ഇല്ല. പഴയ ഇന്ത്യയുടെ മനസ്സിലായി. ഇന്ത്യ എന്റെ ഉണ്ട് നോക്കടാ. കാണിച്ചുതരാം. ഓനെ കണ്ണി കൈ കൊടുത്ത സ്പീഡ് എന്നൊക്കെ കണ്ടാടത് നീ കണ്ട 100 ആകുമ്പോ കടത്തി ഒറ്റ കൈയോട് ഇന്ത്യന്നൊക്കെ പറയുമ്പോ ആണത്തില്ല. അതാണ് അത്രയും പടത്തി നമ്മളൊരു വണ്ടി കളിയാക്കലും ഈ ഇന്ത്യയാണ് ഇറങ്ങിയാലും അത് കേരളത്തിൽ വണ്ടിയിലേക്ക് വെല്ലുവിളി ഒഴിക്കണം. ഇനി ഇന്ത്യ ഉണ്ടെങ്കിൽ ഒരാള് പോലും അത്രയും കഴിവുള്ള 200 100 സ്പീഡില്ല 100 സ്പീഡൊക്കെ സ്പീഡ് പറയുന്ന സാധനമാണല്ലോ ഈ കാണുക.
Teacher, 200 പാദയാത്ര. ഓക്കെ, നീ കണ്ടാടാ. അപ്പൊ ശരി, ഞാനൊന്ന് പോട്ട്. സ്ഥലം വരെ പോയി. എന്റെ മോനെ ഞാൻ ഞെട്ടിപ്പോയി. എടാ പറയണെങ്കിൽ എന്റെ അമ്മ നിന്റെ ആണെങ്കിൽ ഞാൻ കേറിട്ട് ഞെട്ടിപ്പോയി. അപ്പോക്ക് എന്ത് സ്പീഡായിരുന്നു എന്റെ എന്നെ വീട്ടിലേക്ക് അത്രയും പോലും വിളിക്കുന്നു. സ്റ്റാറാണ് നിന്റെ നിഞ്ചയുടെ സ്റ്റാർ. നമ്മളെ നിഞ്ചേനെ അറിയത്തില്ല. നമ്മുടെ അടുത്ത് അവന്റെ കള്ളി ഇവരൊക്കെ വണ്ടി വല്ലാത്ത ശക്തികൾ ഇപ്പൊ ശരിയുടെ ഇതാണെങ്കിലും ആണെന്ന് വരും. ഓ ഇല്ല, അവൻ ഇത്രയും പൊട്ടാനാണ് ഒരിക്കലും മറക്കത്തില്ല. ഇത്രയും പൊട്ടാനാണ് മറന്നിട്ട് പോകുന്നത്. കണ്ടിട്ട് പോലുമില്ല ഇത്രയും. കാളിയും അവന്റെ നിന്റെ ഒടിമുടി അവന്റെ നിന്റെ സ്പീഡ് കൊടുത്തു. ബ്രസീലിന്റെ ജപ്പാൻ വണ്ടിയാണ് അച്ഛൻ ഒരുത്തന്റെ കതിര്. എന്താണ് മോനെ സോമ മുട്ടയുണ്ടോ? നിന്നെക്കല്ലെങ്കിൽ സോമ കുറച്ച് കൂടുതലാ വേണ്ട. വെല്ലുവിളി വിളിക്കാൻ പറ്റില്ല. എന്റെ ഇന്ത്യ നാണക്കേടായി പോയി കേട്ടോ. തോച്ച് തൊപ്പിയിട്ടത്. എടാ എന്റെ നീച്ചയൊക്കെ സൂപ്പറാടാ. ഓ എടാ കുറച്ചു നേരം എന്നെ നിന്റയുടെ കളിക്കാതെ നിന്റയുടെ സ്ഥലം പോകാണ്ട് ആണോ? സമയം നിന്നെ ഈ കറങ്ങി നടക്കാന്. ഓ അവരുടെ നിന്റെ ഈ കറങ്ങി നടക്കാനൊക്കെ ഉണ്ടല്ലോ, അതെങ്കിലും പോലെ. ഓ ശരി, എന്നെ കാണാൻ എന്റെ 440 സോമനെ നിന്റെയൊക്കെ 150. ഓ സ്പീഡ് കണ്ടുപോകുന്നില്ല. ഇവിടെത്തി ജപ്പാൻ ഞാനാണ് ജപ്പാനിൽ നിന്നാണ്
വർക്കട്ടെ. എന്തുവാണ് നിങ്ങൾ ചെന്ന പൈസ എവിടെ